അമ്മ ഞാൻ പറയുന്ന സത്യം അമ്മ. ശരിക്കും അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി. അഞ്ജലി, നിനക്ക് തോന്നിയതായിരിക്കും, അല്ലാതെ മാമൻ അങ്ങനൊന്നും ചെയ്യില്ല. അല്ലമ്മ, എന്നെ ഒന്ന് വിശ്വസിക്ക്. എടി, ഇരുന്ന കൂട്ടത്തിൽ കൈ വല്ലതും അറിയാതെ ടച്ച് ആയതായിരിക്കും. അല്ല, നീ ഇതാരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതൊരു കുഞ്ഞുങ്ങൾ അറിഞ്ഞേക്കരുത്. അറിഞ്ഞാൽ നിനക്കാണ് നാണക്കേട്. അതാ കാര്യം. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കരുത് നടക്കരുത് നടക്കരുതെന്ന്. ആരോട് പറഞ്ഞാൽ കേൾക്കാനാ? നീളം കുറഞ്ഞ തുണി ഇട്ടുകൊണ്ട് അവൾ നടക്കുവോ? ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഈ കാര്യം നിന്റെ അച്ഛനോട് പോലും നീ പറഞ്ഞേക്കല്ലേ. എങ്ങാണോ നീ പറഞ്ഞാ നിന്നെ തന്നെ ആയിരിക്കും ആദ്യം തല്ലിക്കൊല്ലാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഇതങ്ങ് വിട്ടേക്ക. ആരും ഈ കാര്യം അറിയരുത്. പെണ്ണിനെ സൂക്ഷിക്കേണ്ട പെണ്ണ് തന്നെ. അമ്മ, അഞ്ജലി വല്ലാണ്ട് റൂമിൽ ഇരുന്ന് കരയുന്നു. കരയട്ടെ, അവിടെ കയ്യിലിരിപ്പിന്റെയാ അവള് കരയേണ്ടി വരുന്നത്. രക്ഷകർത്താക്കൾ പറയുന്നത് കേൾക്കണം. അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ തിരക്കണ്ട, ഞാൻ അവളോട് ചോദിച്ചോളാം. നീ അവളോട് കാരണമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. അവൾ എന്തേലും കാണിക്കട്ടെ. അല്ല, നീ ഇതുവരെ മൂങ്ങിക്കഴിഞ്ഞില്ലേ? അഞ്ജലി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കരഞ്ഞു കരഞ്ഞ് നിന്റെ അച്ഛനെ അനിയനെ നാട്ടുകാരെയൊക്കെ അറിയിക്കാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ അതിൻ്റെ നാണക്കേട്. പറഞ്ഞില്ലെന്ന് വേണ്ട. അഞ്ജലി, നിന്നെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടും ഈ മാർക്കാണോ നീ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്? പാസ്സായി എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? അമ്മ, എനിക്ക് അത്യാവശ്യം നല്ല മാർക്കില്ലേ? നീ അപ്പുറത്തെ വീട്ടിൽ ആരതിയുടെ മാർക്ക് കണ്ടോ? അവളെ വെച്ച് എന്തിനാ എപ്പോഴും എന്നെ കമ്പയർ ചെയ്യുന്നത്? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? ഞാൻ മാത്രമാണോ? ഞാനും നിന്റെ അച്ഛനും നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ആ കൊച്ചിനേക്കാൾ മാർക്ക് കൂടുതൽ വാങ്ങിക്കണമെന്ന്? നിന്റെ അച്ഛനും നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അതുകൊണ്ട് ഈ പേപ്പർ തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെല്ലാം പോട്ടെ, ഇനി എന്തോ നിന്റെ പ്ലാൻ? അതോടൊന്ന് പറഞ്ഞേ. അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നല്ലൊരു സിംഗർ ആവാൻ ആഗ്രഹം. സോ എനിക്ക് മ്യൂസിക് പഠിക്കണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചിട്ട് നിനക്ക് പാട്ട് പഠിക്കാനല്ലേ? പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഈ പാട്ടും കൂത്തൊന്നും ഇവിടെ പറ്റത്തില്ലെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ അച്ഛൻ്റെ ആഗ്രഹം നിന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നാ. എൻ്റെ ആഗ്രഹം അത് തന്നെ. ഞങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളോട് വന്ന് പറയുക, ഓ രാഹുലിൻ്റെ മോള് ഡോക്ടറാ. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അഭിമാനം നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് നീ ആലോചിക്കാത്ത എന്താ? അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, ഈ പാട്ടും കൂത്തും ഒന്നും വേണ്ട. നീ ഡോക്ടർ ആവാൻ പഠിച്ചേ പറ്റത്തുള്ളൂ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. നിന്റെ ഇഷ്ടത്തിന് വിടാനല്ല ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ വളർത്തുന്നത്. ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞോളാം. അഞ്ജലി, എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലുള്ള മാർക്കൊന്നും നിനക്കില്ലല്ലോ. അപ്പം ഞാനും നിന്റെ അച്ഛനും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, അത് നോക്കട്ടെ. സർക്കാർ ജോലിക്കാരനാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് നടത്താൻ തീരുമാനിച്ചു. പിന്നെ നിനക്കിപ്പോൾ 19 വയസ്സ് ആയല്ലോ. 19ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, അവന് കൂടിപ്പോയ ഒരു 10-30 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവരോട് എന്തായാലും വരാൻ പറയാൻ പോവാം. ഈ കൂടുതൽ കാര്യം ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മാത്രം മതി. അപ്പം അവരെ വിളിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞേക്ക്. എടി, നിന്റെ മുഖം കണ്ടാലറിയാം നിനക്കിതിനോട് താല്പര്യമില്ലെന്ന്. ഇപ്പം പഠിക്കേണ്ട സമയമല്ലേ, നിനക്കിത് വേണ്ടെന്ന് പറ. നീ എന്തോ വിചാരിച്ച് അവർ രണ്ടുപേരും എൻ്റെ പെർമിഷൻ ചോദിക്കാൻ വന്നെന്നാ? ഒരിക്കലും അല്ല. അവരെല്ലാം തീരുമാനിച്ചെന്ന് പറയാനാണ് അവർ വന്നത്. ഞാനിപ്പോൾ നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ നോ പറഞ്ഞാലും അവരിതെങ്ങനെങ്കിലും നടത്തിക്കും. അവർക്ക് എന്നേക്കാൾ വലുത് മറ്റുള്ളവരെന്ത് പറയും, കാശ്, അഭിമാനം, ഇതൊക്കെ. ഇങ്ങനെയുള്ള പേരൻസിനെ ആർക്കും ഒരിക്കലും കിട്ടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ വെറുത്തു പോകും.